എന്ത് നനഞ്ഞ വാഴ? ഇത് വാഴയാ? സൂപ്പർ. ഇതാണോ ആ പറിക്കല്ലേ? ആ നല്ല ഫ്രഷ് വാഴ. കഠിനമായ ശ്രമത്തിലാണ് മേമ. കൊമ്പടക്കം പറിച്ചു പറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ മാങ്ങയും പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ പൃത്തിക്ക മാങ്ങ എന്ന് പറയാം, കശുമാങ്ങ എന്നറിയപ്പെടുന്ന ഒരു സംഭവം. ഇത് നമ്മൾ വാഴനാരിൽ കെട്ടിയിട്ട് അവിടെ തൂക്കുകയാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷുവിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, നമ്മൾ കണിക്കൊന്ന അവിടെ തൂക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതന്നെ നമ്മൾ ഇന്ന് അടയാണ് സ്പെഷ്യൽ അല്ലേ അന്തരീച്ചി? ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഈ അട കഴിക്കുന്നത്. അപ്പം നല്ല ചൂടോടുള്ള അടയൊക്കെ കഴിച്ച് കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴേക്കും ദാ ഇവിടെ ബിരിയാണി റെഡി ആയിരിക്കുന്നു. നമ്മൾ മലബാറുകാർ പൊതുവെ 2 ദിവസം വിഷു ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ നമുക്ക് നോൺ വെജ് ഇല്ലാതെ ഒരു കളിയുമില്ല. പേരറിയില്ല. ആദ്യം തന്നെ കച്ചമ്പർ സാലഡ്, രക്ഷ ഇതാ എനിക്ക് ബിരിയാണി ഇട്ട് തരുന്നുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി കഴിച്ചതിന് ശേഷം ഇതാ നല്ല പാലട പ്രഥമൻ. സൂപ്പർ. ചോറ് കഴിക്കാൻ മടി കാണിക്കുന്ന ഈ ആകും കുറച്ച് ഞാൻ വാരി കൊടുത്തു. ഇവിടെ ചൂടിന് ആശ്വാസമായിട്ട് ഫൈനലി മഴ പെയ്തു. ഞാൻ കാരണമാണെന്ന് തോന്നുന്നല്ലേ ഇതേപോലെ? ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നു തോന്നുന്നല്ലോ മഴ അല്ലേ? ആഹാ, നല്ല മഴ. ദാ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് നനഞ്ഞ വാഴ? ഇത് വാഴയാ? ഓല. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മള് ഐസ് വാങ്ങിച്ച് അടിപൊളി സാധനം കേട്ടോ. ഞാൻ വന്ന് ഓൾറെഡി ഒന്ന് കഴിച്ചല്ലേ, നമ്മള് രാവിലെ ഒന്ന് കഴിച്ചു. ഇത് 2ാമത്തെ സാധനമാണ്. നമ്മളെ ഉപ്പിലിട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാര് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നല്ല മണം അടിച്ച് അടുക്കളയിൽ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കണി വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രേച്ചി നല്ല നെയ്യപ്പം ചുട്ടു വെക്കുന്നുണ്ട്.
വിഷു എന്ന് പറഞ്ഞ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ഈ പടക്കം പൊട്ടിക്കൽ തന്നെയാട്ടോ. ദേവു ഇവിടെ പൂത്തിരിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഇവരുടെ കൂടെ അങ്ങ് കൂടി. രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി അഞ്ചേച്ചി ഞങ്ങളെ കണി കാണാൻ വിളിച്ചു. ദി ബെസ്റ്റ് പാർട്ട് ഓഫ് വിഷു. പിന്നെ കൂട്ടത്തില് വിഷുക്കൈ നീട്ടവും. അപ്പൊ ഇന്ന് വിഷു ആണ്. നമ്മള് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാൻ നോക്കുകയാണ്. രക്ഷ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ചെക്കോച്ച ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ പോകുന്നത്. വിഷു ആയതുകൊണ്ട് തന്നെ അമ്പലത്തില് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നാട്ടിലെ നമ്മുടെ അമ്പലങ്ങളിൽ പോകുന്ന ആ ഒരു ഫീലില്ലേ, അത് വേറെ എവിടെയും കിട്ടൂല. അമ്പലത്തിൽ പോയ ആദ്യം ചെയ്യുന്ന കാര്യം കൗണ്ടറിൽ പോയി പുഷ്പാഞ്ജലിക്കുള്ള റെസിപ്റ്റ് ഒക്കെ മുറിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ റെസിപ്റ്റ് ഒക്കെ മുറിച്ച് അമ്പലത്തിലൊക്കെ തൊഴുതു. വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക പൂജകളും ചോറൂണും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. സൂപ്പർ. അങ്ങനെ തൊഴുതു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഊട്ടുപുരയിലേക്കാണ്. ഇവിടെ എല്ലാ ദിവസവും ചായയും പ്രസാദവും ഉണ്ടാവാറുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞ ബർത്ത്ഡേക്കാരി. പ്രസാദവും കിട്ടി, അവിലും മമ്പയറും കൂടിയിട്ടുള്ള പ്രസാദം. തിരിച്ചു വരുമ്പോ കുറച്ച് വേറെ കുറെ പടകളും കൂടി ഉണ്ട്. ഹാപ്പി വിഷു. ചേച്ചിയുടെ വീട്ടിലെ വിഷു ആഘോഷത്തിന് ശേഷം ഞാൻ നേരെ പോയത് ശരത്തേട്ടന്റെ വീട്ടിലേക്കാണ്. അവിടെ നല്ല സദ്യയൊക്കെ ഒരുക്കി അമ്മയും അമ്മമ്മയും എന്നെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് സദ്യ കഴിക്കാണ്. ഇതാണ് ശരത്തേട്ടന്റെ ഏട്ടൻ ശ്യാം. എന്തെങ്കിലും കുട്ടി ചിരിച്ചേ. അങ്ങനെ നല്ല ഗംഭീര സദ്യയും പായസവും ഒക്കെ കഴിച്ച് വയറ് നിറച്ചു. അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ദിസ് ഇസ് ഹലോ ഫ്രം മഹീന സൈനിങ് ഓഫ്. ബൈ.